നോക്കാം നമുക്ക്. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, അതിൻ്റെ അകത്ത് അധികമൊന്നും ചോദിക്കില്ല നമുക്ക്. നമ്മൾ പ്രോബബിലിറ്റി എന്താ പഠിച്ചത്? ഒരു ഉറപ്പില്ലാത്തൊരു ഇവൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രോബബിലിറ്റി അല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നില്ല, നമ്മൾ മറന്നുപോയി എല്ലാവരും. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ അങ്ങനെ അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കിനി ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. എഴുതിക്കോട്ടെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലവും ചെയ്യണേ. ഓക്കെ, നമ്മൾ പണ്ട് റിലേഷൻ ഫംഗ്ഷനിലും സെറ്റിലൊക്കെ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചിരുന്നു. സിമിലറായ പ്രോപ്പർട്ടീസ് തന്നെയാണിത്. ഇനീഷ്യലി നോക്കുക, ഒരു പ്രോബബിലിറ്റി, ഒരു ഇവൻ്റ് എടുത്ത് നോക്കിയാൽ ആ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും അതായത് 0-നേക്കാളും വലുതായിരിക്കും, അതായത് 1-നേക്കാളും താഴെയായിരിക്കും. ആ ഒരു ഇവൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും 0 തൊട്ടിട്ട് 1-ൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1-ൻ്റെ ഇടയിലായിരിക്കും. പ്രോബബിലിറ്റി ഒരിക്കലും 2 or 3 എന്നൊന്നും പറഞ്ഞിട്ട് പോവില്ല. പ്രോബബിലിറ്റി എപ്പോഴും ഈ 0 to 1 എന്ന് പറഞ്ഞ റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും. അതാണ് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്. എപ്പോഴും നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് പ്രോബബിലിറ്റി, അങ്ങനെ എന്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടാലും നമുക്കതെപ്പോഴും 0 to 1-ൻ്റെ ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത് ആ പ്രോബബിലിറ്റി. ഓക്കെ, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം, ജസ്റ്റ് എഴുതി വയ്ക്കുക ഇതൊക്കെ. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റും അതുപോലെ പ്രോബബിലിറ്റി ഓഫ് അതിൻ്റെ കോംപ്ലിമെൻറ്റും. ഓക്കെ, അതിൻ്റെ കോംപ്ലിമെൻറ്റും ഇത് രണ്ടും എടുത്താൽ നമുക്ക് 1 കിട്ടും. അതുപോലെ ഈ കോംപ്ലിമെൻ്റ് എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 - P of A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് P of A കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ P1-ൽ നിന്ന് P of A കുറച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഡി മോർഗൻസ് ലോ പഠിച്ചിരുന്നു, പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. നമ്മൾ മറ്റേതിൽ പഠിച്ചിരുന്നില്ല, സെറ്റിൽ പഠിച്ചിരുന്നില്ലേ, പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ probability of A plus probability of B minus probability of A intersection B. നേരെ തിരിച്ചിട്ട് ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് A intersection B ആണ് കാണാൻ വേണ്ടിയിട്ടുള്ളെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് ഇത് മാറ്റിയിട്ട് യൂണിയൻ ആവും, പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. ഇതുപോലെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ സംഭവം കൂടി എഴുതി വെച്ചൂടെ. ഇതിനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആണ് ഈ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഒരു ഇവൻറ്റിൻ്റെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കും പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അത് ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് നോട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ ഇതും ഇതുപോലെ തന്നെ എഴുതി വെച്ചോ. ഇതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുക പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി കാണണം. ഇതുപോലെ തന്നെ ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കാണാൻ പറയും. അപ്പോൾ നമ്മൾ ഇൻ്റർസെക്ഷൻ ബി കാണണം. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കാണാൻ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം.
ഇതുപോലെ നിങ്ങൾക്ക് ഇനി ചോദിക്കാവുന്ന ഒരു 2-3 ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ കേട്ടോ, ഇതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കില്ല, അതുകൊണ്ട് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ചോദിക്കും. അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോട്ട് എ നോക്കി, നോട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കോംപ്ലിമെൻറ്റ് ഇട്ടില്ലേ, ഇവിടെ കണ്ടോ, നോട്ട് എ എന്ന് പറയുമ്പോൾ അവിടെ കോംപ്ലിമെൻറ്റ് ഇട്ടു. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ട് എ എന്ന് പറയുമ്പോൾ പുറത്തൊരു കോംപ്ലിമെൻറ്റ് ഇടുക, ആൻഡ് അല്ല പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വരുമ്പോൾ എന്താ ചെയ്യുക, ഇൻ്റർസെക്ഷനാണ് വരിക, നോട്ട് ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വരിക. ഇതിൻ്റെ മീനിങ് ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് തലതിരിച്ച് എഴുതാം. എ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഇത് പഠിച്ചു വയ്ക്കുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നേരെ തലതിരിയും. ഈ കോംപ്ലിമെൻറ്റ് പുറത്തേക്ക് എടുക്കണം നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഓരോന്നും കാണണ്ടേ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഈ ഉള്ളിലത്തെ ഇൻ്റർസെക്ഷൻ മാറിയിട്ട് യൂണിയൻ ആവും. നോക്കിക്കോട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ നേരെ തലതിരിയും. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി എന്നൊരു ക്വസ്റ്റ്യൻ വന്ന് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമിലർലി എഴുതുക. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ, ഓക്കെ, നോട്ട് എ അല്ല, ഓർ അല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ യൂണിയൻ ഇടുക, നോട്ട് ബി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്റ് ഇടുക. ഇതിൻ്റെ മീനിങ് എന്താ വരിക? നേരെ തലതിരിയും. നമുക്ക് വീണ്ടും പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ യൂണിയൻ അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കാണാം. യൂണിയൻ മാറിയിട്ട് ഇൻ്റർസെക്ഷനായി. ഈ കോംപ്ലിമെൻറ്റിനെ പുറത്ത് കൊണ്ട് എഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആവും. വളരെ ഇമ്പോർട്ടൻറ്റ് തിയറി ആണ് കേട്ടത്. ഇതിനൊന്നും പ്രൂഫ് റിലേഷൻ ഫംഗ്ഷനിൽ നമ്മൾ റിലേഷൻ എന്താണെന്ന് പഠിച്ചു. 2 സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് റിലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞ കുറേ പറയാനുണ്ട്. ഇക്വേഷനൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിലല്ലടാ, ആ ചാപ്റ്ററിലെ അപ്ലിക്കേഷൻ ആണത്. ഓക്കെ, ഇതുപോലെ തന്നെ 2-3 കൂടി ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കോട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് എ കാണണം ആൻഡ് നോട്ട് ബി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണ്ടേ. പ്രോബബിലിറ്റി ഓഫ് ജസ്റ്റ് ഈ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി എന്ന് ചോദിക്കുക. അപ്പോൾ ഇതിന് ജസ്റ്റ് മനസ്സിലാക്കുക, പ്രോബബിലിറ്റി ഓഫ് എ അല്ല കാണാൻ വേണ്ടിയിട്ടുള്ളത്, എ കാണണം, പിന്നെ എന്താണ് ആൻഡ് ആണ്, അപ്പോൾ ഇൻ്റർസെക്ഷൻ വരും. നോട്ട് ബി ആണ് വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ ബി ഇട്ടിട്ട് മേലൊരു വരയിട്ട് കൊടുക്കുക. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ, ഇതിൽ ഏതാ കാണാൻ വേണ്ടിയിട്ടുള്ളത്, എ അല്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ
ആൻഡ് നോട്ട് ബി കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എയിൽ നിന്ന്, ഓക്കെ ഇവിടെ വേണ്ടിട്ടോ, ഓക്കെ പ്രോബിലിറ്റി ഓഫ് എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. ഓക്കെ എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കണ്ടോ, എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക, ബി കോംപ്ലിമെൻ്റ് എടുത്ത് കളയാം, എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. സിമിലർ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ, പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് നോട്ട് എ ആണെന്ന് വയ്ക്കുക. ഓക്കെ ചുമ്മാ പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് നോട്ട് എ ആണെന്ന് വയ്ക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, പ്രോബിലിറ്റി ഓഫ് ബി ആണ്, ആൻഡ് ഉണ്ട്, നോട്ട് എ ആണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, എയുടെ അവിടെ കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പം അടുത്ത എന്താ ചെയ്യുക, നമുക്ക് എന്താ കാണണ്ടേ, പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് കാണണ്ടേ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിതിൽ കോംപ്ലിമെൻ്റ് ഇല്ലാത്തത് ആദ്യം എടുത്ത് എഴുതുക. കണ്ടോ ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്തത് ആദ്യം എടുത്ത് എഴുതിയേ. അപ്പോൾ അതുപോലെ ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്തത് എഴുതാം ബി അല്ലേ, സോ ബി എടുത്ത് ആദ്യം എഴുതി. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം, പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കുറയ്ക്കണം. പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ. ഓക്കെ ഇത്രേ ഉള്ളൂ ചാപ്റ്റർ കേട്ടോ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് ഓരോന്നോരോന്നും ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുക, പ്രോബിലിറ്റി ഓഫ് എ നോട്ട് ബി, ബി നോട്ട് എ, അല്ലെങ്കിൽ നോട്ട് എ ഓർ നോട്ട് ബി എന്നൊക്കെ വേണ്ടി ചോദിക്കുക. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഇക്വേഷൻ ഒരു 2-3 വട്ടം എഴുതി പഠിക്കുക. ഓക്കെ ഇതൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് പറയാം, നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി ഐഡിയ കിട്ടും. എഴുതി കഴിഞ്ഞാൽ പറയട്ടെ എല്ലാവരും.
കഴിഞ്ഞില്ല എല്ലാവരുടെയും? വേഗം എഴുതിയെടുക്ക്. ഓക്കെ, അശ്വത്തെ കഴിഞ്ഞിരുന്നോ? ഓക്കെ, നോക്കിക്കോട്ടെ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുള്ളതൊക്കെ. ഇഫ് പി ഓഫ് എ ആണോ? ഓക്കെ ഓക്കെ. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2/11, ഫൈൻഡ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. നിങ്ങൾക്ക് പി ഓഫ് എ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണണം. ഏതൊരു ഇവൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ, ഓക്കെ, ഏതൊരു ഇവൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഒന്നിൽ നിന്ന് ആൻസർ കുറച്ചാൽ മതി. ഓക്കെ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. ജസ്റ്റ് സപ്പോസ് വെറുതെ ആലോചിച്ച് നോക്കുക, പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഒന്നിൽ നിന്ന് എ യൂണിയൻ ബി കുറച്ചാൽ മതി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്ന് വയ്ക്കുക. 1 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ മതി. എന്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ആൻസറിൽ നിന്ന്, ഐ മീൻ 1ൽ നിന്ന് ആ ക്വസ്റ്റ്യനാണ് കുറച്ചാൽ മതി. അതായത് എ യൂണിയൻ ബി ആണ് കാണാൻ വേണ്ടിയില്ലെങ്കിൽ എ യൂണിയൻ ബി കുറയ്ക്കുക, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് കാണാൻ വേണ്ടിയില്ലെങ്കിൽ 1ൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. എന്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞ ഇത്രയുള്ള പരിപാടി. സോ നമുക്ക് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള എന്താ? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുക? 1 മൈനസ് പി ഓഫ് എ കണ്ടാൽ മതി നിങ്ങൾക്ക്. എന്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് കുറയ്ക്കുക, അതിൻ്റെ കോംപ്ലിമെൻ്റ് അല്ലാത്ത ടേം. സോ നമുക്ക് 1 മൈനസ് 2/11 ചെയ്താലും മതി. 1 മൈനസ് 2/11 നമുക്ക് എത്ര കിട്ടും? 11 മൈനസ് 2/11 അല്ല വരിക? എത്ര കിട്ടും? 9/11. ഓക്കെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ 2 events such that P of A is equal to 1/4, P of B which is equal to 1/2, and P of A intersection B which is equal to 1/6. നമ്മളിത് കാണാൻ പറ്റുള്ളത് ഫൈൻഡ് പി ഓഫ് എ ഓർ ബി, അതുപോലെ രണ്ടാമത് കാണാൻ വേണ്ടിയിട്ടുള്ളത് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി.
ഇതെങ്ങനെ കാണാൻ നോക്കിയേ. നമുക്ക് ക്വസ്റ്റ്യനിൽ പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എന്താ, പി ഓഫ് എ ഓർ ബി. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ കാണാൻ വേണ്ടിയിട്ടുള്ളത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എ ഓർ ബി അല്ലേ, എ ഓർ ബി അല്ലേ വേണ്ടിട്ടുള്ളത്. എ ഓർ ബി എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, നമ്മൾ യൂണിയൻ ഇട്ട് കൊടുക്കുക അല്ലേ, പി ഓഫ് എ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓർ മാറ്റിയിട്ട് യൂണിയൻ. ഓർ എന്ന് വെച്ചാൽ യൂണിയൻ ആണ്, എ ഓർ ബി. എന്ത് വരും, പി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ. പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ പഠിച്ചിരുന്നോട്ടത്, ജസ്റ്റ് ബാക്കിൽ എടുത്ത് നോക്കിയേ. പി ഓഫ് എ ഓർ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതുക, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ജസ്റ്റ് ഇട്ട് കൊടുക്കുക, നമുക്ക് എല്ലാ വാല്യൂസ് അറിഞ്ഞൂടെ പി ഓഫ് എ യൂണിയൻ ബി കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പി ഓഫ് എയുടെ വാല്യൂ അറിയാം 1/4 പ്ലസ് പി ഓഫ് ബിയുടെ വാല്യൂ അറിയാം എത്രയാ, ഒരു മിനിറ്റ് നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കിയേ. ഓക്കെ, പി ഓഫ് ബിയുടെ വാല്യൂ 1/2 അറിയാം നമുക്ക്, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് 1/6 ആണെന്നറിയാം. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇത് നിങ്ങൾക്ക് 1/4 പ്ലസ് 2/4 മൈനസ് 1/6 വരും, 3/4 വരും, മൈനസ് 1/6, 18 മൈനസ് ഈ ഓർ യൂണിയനാണോ അത്രേ ഉള്ളൂ. ഓർ എന്ന് വെച്ചാൽ യൂണിയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ. അല്ല, ഓർ അല്ലേ കൊടുത്തിട്ടുള്ളത്, എ ഓർ ബി അല്ലേ. ഇത് എഴുതി വെച്ചാൽ മതി, ഓർ എന്ന് വെച്ചാൽ യൂണിയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ. 18 - 4 അല്ലേ വരിക? ആ 18 - 4 വരാം, ശരിയാ. പതിനാല് ബൈ 4 വരും അല്ലേ. നമുക്കപ്പോൾ 1/2 കിട്ടും. 1/2 അല്ലല്ലോ,
ഓക്കെ, ഇത് കഴിഞ്ഞില്ല എല്ലാവരുടെയും? ആ ഓക്കെ, എടാ നിന്റെ കഴിയുന്നു? അശ്വത് കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വിട്ടോ കേട്ടോ. ഓക്കെ, നോക്കിക്കോട്ടോ. Okay, if A and B are two events such that P of A is equal to പക്ഷെ അതില് രണ്ടാമത്തെ ചെയ്യല്ലേ? രണ്ടാമത് ചെയ്തില്ലല്ലേ നമ്മള്? What's happening? ഓക്കെ, എന്തായിരുന്നു? പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ആയിരുന്നു അല്ലേ? നമ്മൾ വിട്ടൂല അത്. പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ഓക്കെ, എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നോട്ട് എ എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ എ ഇട്ടിട്ട് ഒരു വരി ഇടാൻ മേലെ നോട്ട് എ, എന്നിട്ട് ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ, രണ്ടും കൂടിയിട്ട് വേണം. ആൻഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിയുടെ മേലെയും ഒരു വരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു റൂളുണ്ട്. സോ ഇതിനെ മാറും. അതായത് പി ഓഫ്, നമുക്കിതിനെ മൊത്തത്തിൽ മാറ്റി എഴുതാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ അത് യൂണിയൻ ആയിരിക്കും. എന്നിട്ട് ഈ രണ്ട് കോംപ്ലിമെൻറ്റിനെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഈ രണ്ട് കോംപ്ലിമെൻറ്റിനെ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ ഇൻ്റർസെക്ഷൻ മാറിയിട്ട് യൂണിയൻ ആവുമെന്ന് വിചാരിക്കുക. അങ്ങനെ പഠിക്കുക. അതായത് ഈ രണ്ട് കോംപ്ലിമെൻറ്റിനെ നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് എഴുതണം. പുറത്തേക്ക് എഴുതുമ്പോൾ ഈ ഇൻ്റർസെക്ഷൻ മാറിയിട്ട് ഇവിടെ യൂണിയൻ ആവും. ഓക്കെ, നമുക്ക് കുറച്ച് നേരത്തെ എ യൂണിയൻ ബി കിട്ടിയിരുന്നു അല്ലേ? എത്ര കിട്ടിയിരുന്നത്? എ യൂണിയൻ ബി 7/12 ആണെന്നോ അല്ലായിരുന്നേ? 3/4 കിട്ടിയേ? 7/12 കിട്ടിയ നമുക്ക് ലാസ്റ്റത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ആൻസർ കിട്ടിയിരുന്നു. അതായത് പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7/12 ആണ് കിട്ടിയിരുന്നു. നമുക്ക് എന്താ കാണാൻ വേണ്ടിയിട്ടുള്ളത്? ഇപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കാണാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ? പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു എന്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ആൻസർ, അതായത് ഒന്നിൽ നിന്ന് അതുകൊണ്ട് കുറച്ചാൽ മതി. ഒന്നിൽ നിന്ന് ഈ സംഭവം കൊണ്ട് കുറയ്ക്കുക. കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് പി ഓഫ് എ യൂണിയൻ ബി കുറയ്ക്കുക, നമുക്ക് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എ യൂണിയൻ ബിയുടെ ആൻസർ ഇവിടെ അറിയാം. നമുക്കത് ഒന്നിൽ നിന്ന് കുറച്ചാൽ നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കിട്ടും. 1 - 7/12 ചെയ്താൽ മതി. ചെയ്തൊക്കെ എത്ര കിട്ടുന്നു? നിങ്ങൾക്ക് 12 - 7/12 വരും അല്ലേ? അതായത് 5/12 വരും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കൊല്ലം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ. നിങ്ങൾക്ക് ഇത് ഈ പൊസിഷൻ തന്നെയാണ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഈ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാൽ മതി.
ഈ ഓർ എന്ന് വെച്ചാൽ യൂണിയൻ ആണ്, ആൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ ആണ്, നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻ്റ് ഇടണം. പിന്നെ ഈ ഒരു ചേഞ്ച് ആവുന്ന പ്രോപ്പർട്ടി, അതായത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ കോംപ്ലിമെൻറ്റിനെ എടുത്ത് നമ്മൾ പുറത്തേക്ക് എഴുതും. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ മാറിയിട്ട് അവിടെ യൂണിയൻ ആവും. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചു വയ്ക്കുക. നേരത്തെ തലതിരിയും ഇതുപോലെ തന്നെ. ഇവിടെ യൂണിയൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ആവും, ഇവിടെ ഇൻ്റർസെക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ യൂണിയൻ ആവും. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി പഠിക്കാം. എപ്പോഴും ഒരു ഏതിൻ്റെയും ഒരു കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ വണ്ണിൽ നിന്ന് ആ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ടേം കൊണ്ട് കുറയ്ക്കാം. ഓക്കെ, ഇത് വേറെ ആരൊക്കെ ജോയിൻ ചെയ്യണ്ടല്ലോ.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ രണ്ട് ഇവൻ്റ് ആണ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.42, അതുപോലെ പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.48, അതുപോലെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.16. നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട് നമ്മൾ. പി ഓഫ് പി ഓഫ് നോട്ട് എ കാണണം. ഓക്കെ, അതുപോലെ പി ഓഫ് എ ഓർ ബി കാണണം. ഓക്കെ, പി ഓഫ് എ ഓർ ബി കാണണം. മൂന്നാമത്തത് പി ഓഫ് എ ആൻഡ് നോട്ട് ബി കാണണം. അതുപോലെ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി കാണണം. P of not A or not B കൂടി കാണണം. ഇതിൽ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾ സെറ്റാവും. നോക്കിയേ എന്തൊക്കെ ചെയ്യാനുള്ളത്. ആദ്യം പി ഓഫ് നോട്ട് എ കാണണം അല്ലേ. നമുക്ക് നോട്ട് എ എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതുക. പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ പി ഓഫ്, അത്രേ ഉള്ളൂ, പി ഓഫ് എ കോംപ്ലിമെൻ്റ് കാണാം. അതായത് ഒന്നിൽ നിന്ന് പി ഓഫ് എ അങ്ങോട്ട് കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ട്രൈ ചെയ്ത് നോക്കിയേ. ഒന്നിൽ നിന്ന് 0.48 വരുന്നത്, 0.48 കുറയ്ക്കാം. എത്ര കിട്ടും? 0.42 വരുന്നത് അല്ലേ. ശരി ശരി, 58 52 വരും. 0.42 അല്ലടാ, ഞാൻ 8 ക്വസ്റ്റ്യൻ മാറിയതുകൊണ്ടാണ്. 8 ആണ്, 0.42 ആണ് പി ഓഫ് എ. അപ്പോൾ 0.52 വരും. ശരി ശരി, 58 വരും. അടുത്ത് നോക്കിയേ എന്താ കാണാൻ വേണ്ടല്ലേ. നമ്മൾ ഇത് കഴിഞ്ഞു. പി ഓഫ് എ ഓർ ബി, നേരെ ആലോചിക്കുക. ഓറാണ്. ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ ആയിട്ട് കൊടുക്കണം. പി ഓഫ് എ യൂണിയൻ ബി, ഒന്നും നോക്കണ്ട, ഓർ വേണ്ട, യൂണിയൻ ആയിട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു എന്ത് കാണണം? പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ അല്ലേ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് എല്ലാം അറിഞ്ഞൂടെ, വാല്യൂസൊക്കെ അറിഞ്ഞൂടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ച് ചുമ്മാ. പി ഓഫ് എയുടെ വാല്യൂ 0.42, പി ഓഫ് ബിയുടെ വാല്യൂ 0.48 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതും നമുക്കറിയാം 0.16. ഇതെല്ലാം കൂടി ചെയ്ത് നോക്കി എത്ര കിട്ടുന്നു? 0.42 പ്ലസ് 0.48 ചെയ്യുമ്പോൾ നമുക്ക് 0.9 വരും. 0.9 മൈനസ് 0.16. .74 വരും. ഓക്കെ, നിങ്ങൾ അതിനോളം ചെയ്തു തോന്നില്ലെങ്കിൽ
കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാം. അടുത്തത് പി ഓഫ് എ ആൻഡ് നോട്ട് ബി. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, പി ഓഫ് എ ആൻഡ് നോട്ട് ബി. എങ്ങനെ ചെയ്യാം? നിങ്ങൾ ആദ്യം ഈ തരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മൾ തന്നിട്ടുള്ള യൂണിയനോ കോംപ്ലിമെൻ്റോ ഒക്കെ ഇട്ടിട്ടാക്കുക. സോ പി ഓഫ് എ ഉണ്ട്, ഓക്കെ, എ ഉണ്ട്, പിന്നെ ആൻഡ് ആണ്, അപ്പോൾ ഇൻ്റർസെക്ഷൻ വന്നു. ഇനി നോട്ട് ബി ആണ്, അപ്പോൾ ബിയുടെ മേലെ ഒരു വരിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിനിപ്പോൾ വേർഡ് മാറ്റിയിട്ട് ന്യൂമറിക്കലി ആക്കി. ഇനി ഇതെന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ഒന്ന് നോക്കി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നേരെ ആലോചിക്കുക, നമുക്ക് ഈ കോംപ്ലിമെൻറ്റ് ഇടാത്ത ടേമില്ലേ, കോംപ്ലിമെൻറ്റ് ഇടാത്ത ടേം ഇതിൻ്റെ അകത്ത് എ അല്ലേ, അത് ആദ്യം എടുത്ത് എഴുതാം. ഓക്കെ, കോംപ്ലിമെൻറ്റ് ഇടാത്ത ടേം ഇതിൻ്റെ അകത്ത് അതെടുത്തിട്ട് ആദ്യം എടുത്ത് എഴുതാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ കോംപ്ലിമെൻറ്റ് ഇല്ലാത്ത മൊത്തത്തിലെ ടേമോട് കുറയ്ക്കാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി കോംപ്ലിമെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല, ആദ്യം കോംപ്ലിമെൻറ്റ് ഇല്ലാത്ത ടേം എടുത്ത് പുറത്തേക്ക് എഴുതാം, പി ഓഫ് എ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിലെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ടേമോട് കുറയ്ക്കാം. ഇത്രയുള്ള പരിപാടി. എങ്ങനെ കിട്ടും? നമുക്ക് എല്ലാവരും കൂടെ ആൻസർ എല്ലാവരും കൂടെ പി ഓഫ് എ എത്രയാണെന്ന് അറിയാം അല്ലേ, പി ഓഫ് എ 0.42 എന്നറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം, അതും നമുക്കറിയാം 0.16 ആണ് നമുക്കറിയാം അല്ലേ. എത്ര കിട്ടും ചെയ്യുമ്പോൾ? 0.42 മൈനസ് 0.16 നമുക്ക് 0.26 കിട്ടും. സംശയമുണ്ടോ ഇതിൽ? ഞാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ, അടുത്ത എന്താ കാണാൻ പറ്റില്ല? 3 കഴിഞ്ഞില്ല. പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. അതായത് ഇതിനെങ്ങനെ എഴുതാൻ പറ്റുക? നോട്ട് എ ഓർ നോട്ട് ബി. ആലോചിച്ച് നോക്കിയേ, എങ്ങനെ എഴുതാൻ പറ്റുക? അത്രേ ഉള്ളൂ. നോട്ട് എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്റ് ഇടാം, ഓർ എന്ന് വെച്ചാൽ യൂണിയൻ ഇടാം, നോട്ട് ബി എന്ന് വെച്ചാൽ അവിടെയും കോംപ്ലിമെൻ്റ് ഇടാം. ഇതിനെങ്ങനെ മാറ്റുക നമ്മൾ? കോംപ്ലിമെൻ്റ് കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പി ഓഫ് എ ബി എന്ന് എഴുതി ഞാൻ. ഇതിൻ്റെ അകത്ത് എന്താ എഴുതേണ്ടത് എനിക്കറിയില്ല. കോംപ്ലിമെൻ്റ് മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു. അതെ, ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമുക്ക് വേണ്ടത്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതെങ്ങനെ കാണാം? എന്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക നമ്മൾ? അത്രേ ഉള്ളൂ, 1 നിന്ന് കുറയ്ക്കുക. 1 മൈനസ് പി ഓഫ് എന്ത്, ഈ സാധനം അങ്ങനെ തന്നെ എടുത്ത് എഴുതുക, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് നമുക്ക് അറിഞ്ഞൂടെ? എ ഇൻ്റർസെക്ഷൻ ബി എത്രയായിരുന്നു? കിട്ടിയിരുന്നില്ല നമുക്ക്. 0.16 എന്നുണ്ട് അല്ലേ, 0.16, അതായത് 0.74. ഏയ് 74ഓ 84 അല്ലടാ വരാ.
കഴിഞ്ഞില്ല ഇത്? എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? ഉറപ്പല്ലേ? സാരംഗ എന്നിട്ട് കഴിഞ്ഞിരുന്നോ? ഇതൊക്കെ ചോദിക്കാറുണ്ട്, 1 മാർക്കൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റൻ കേട്ടോ. ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ്, നീ ബാക്കിയുണ്ടായിരുന്നോ? 4 ഉണ്ടായുള്ളൂ. 1 2 3 4 ചെയ്തില്ല നമ്മൾ? അല്ല അല്ലേ, ഏതെങ്കിലും മിസ്സായില്ല നമ്മൾ? നോട്ട് എ ആൻഡ് നോട്ട് ബി അല്ലേ ഇത് അല്ലേ? അല്ല അല്ലേ, അടുത്തതാണല്ലേ. നമ്മളിപ്പോൾ അത് ചെയ്ത് നോട്ട് എ ഓർ നോട്ട് ബി ആയി ചെയ്തല്ലേ? ഓക്കെ ഓക്കെ, ഇത് ചെയ്തില്ല അല്ലേ നമ്മൾ? നോട്ട് എ ആൻഡ് നോട്ട് ബി. അത് പിടിക്കാം. നോക്കി പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ത് വരും? പി ഓഫ് എന്ത് വരും? വേഗം ചെയ്ത് നോക്കിയേ. നോട്ട് എന്ന് പറയുമ്പോൾ എയുടെ മേലെ കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുക്കുക. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഇട്ട് കൊടുക്കുക. നോട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുക്കുക. സോ ഇതെങ്ങനെ മാറും? നമ്മൾ ആദ്യം മുതലേ നോക്കുക. പി ഓഫ് എ എഴുതി, ബി എഴുതി, കോംപ്ലിമെൻ്റ് രണ്ടും എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എഴുതി. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ ആയിരിക്കും. സോ നമുക്ക് നേരെ എന്ത് എഴുതാൻ പറ്റും? ഏതൊരു സാധനത്തിൻ്റെയും പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, ഏതിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ 1-ൽ നിന്ന് ഈ പറഞ്ഞ സംഭവം മൈനസ് ചെയ്യാം. പി ഓഫ് എ യൂണിയൻ ബി ആണ്ട് കുറയ്ക്കുക. 1-ൽ നിന്ന് പി ഓഫ് എ യൂണിയൻ ബി എത്രയാണ്? എ യൂണിയൻ ബി എത്രയാണ്? കിട്ടിയിരുന്നില്ല? എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ? പി ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിക്ക് 0.74 എന്നറിയാം അല്ലേ? 1 മൈനസ് 0.74, അതായത് 0.26 അല്ല വരിക. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്തോ, കുഴപ്പമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ്, in a random experiment 6 coins are tossed simultaneously. Okay, write the number of sample points. Write the number of sample points in the sample space. സാമ്പിൾ സ്പേസിൽ എത്ര സാമ്പിൾ പോയിന്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ സാമ്പിൾ സ്പേസ് എടുത്ത് എഴുതില്ലേ, അതായത് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ
ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ഹെഡും ഉണ്ടാവും ടെയിലും ഉണ്ടാവും. 2 കോയിനാണ് ടോസ് ചെയ്യണമെങ്കിൽ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ഹെഡ് 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 ടെയില് ടെയില് ഹെഡ് പിന്നെന്താ ഉണ്ടാവുക, ഹെഡ് ടെയിൽ ടെയിൽ ഉണ്ടാവും അല്ലേ, 4 ഉണ്ടാവും. ഇതുപോലെ 6 കോയിൻ ടോസ് ചെയ്തെന്ന് പറഞ്ഞു. ഇതിൻ്റെ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാവുന്നു. ഇതൊരു സാമ്പിൾ പോയിന്റാണ്, 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 ഇതൊരു സാമ്പിൾ പോയിന്റാണ്. അങ്ങനെ എത്ര സാമ്പിൾ പോയിന്റ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. ഇതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര സാമ്പിൾ പോയിന്റ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. എങ്ങനെ കാണാൻ പറ്റുക? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നില്ലേ? 2/6 ആണ്. യെസ്, 2/6 വരും. അതായത് നമുക്ക് ഓരോന്നിൻ്റെയും ഔട്ട്പുട്ടിൽ എത്ര ആൾക്കാർ വരും നോക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അതാണ് ഈ 2. എത്ര കോയിൻ ഉണ്ട്? 6 കോയിൻ ഉണ്ട്. അപ്പോൾ അത് മേലെ എടുത്ത് എഴുതാം. ഓക്കെ, എത്ര ഔട്ട്കം ഉണ്ട് നോക്കുക, ഹെഡ് ഓർ ടെയിൽ. എപ്പോഴും അതല്ലേ വരുള്ളൂ, ഒന്നില്ലെങ്കിൽ ഹെഡ് വരും ടെയിൽ വരും. അപ്പോൾ അത് താഴെ എടുത്ത് എഴുതി. എത്ര കോയിൻ ഉണ്ട് നോക്കി, 6, അത് മേലെ എടുത്ത് എഴുതി. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ 2/6 വരും. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ തരും. 2/6 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. A bag contains a bag contains 9 discs of which bag contains 9 discs of which 4 are red, 3 are blue, and 2 are yellow. Okay, ഇതിൻ്റെ അകത്തുനിന്ന് a disc is drawn at random. A disc is drawn at random from the bag. A disc is drawn at random from the bag. Calculate the probability that it will be first option red, second option not yellow. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ബാഗ് ഉണ്ട് നമുക്ക്. ഈ ബാഗിൻ്റെ അകത്ത് 9 ഡിസ്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് 4 ഡിസ്ക്. ഓക്കെ, 4 ഡിസ്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? 4 ഡിസ്ക് ആർ റെഡ് അല്ലേ, 4 റെഡ് ഡിസ്ക് ഉണ്ട്. അതുപോലെ 3 ബ്ലൂ ഡിസ്ക് ഉണ്ട്. 3 ബ്ലൂ ഡിസ്ക് ഉണ്ട്. അതുപോലെ 2 യെല്ലോ ഡിസ്ക് ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് എന്താ അവർ പറയുന്നത്? ഒരു ഡിസ്ക് പുറത്തേക്ക് എടുത്തു. എ ഡിസ്ക് ഈസ് ഡ്രോൺ. ഒരു ഡിസ്ക് പുറത്തേക്ക് എടുത്തുള്ളൂ. എ ഡിസ്ക് ഈസ് ഡ്രോൺ. ഒരു ഡിസ്ക് ഇട്ടാണ് പുറത്തേക്ക് എടുത്തു.
ചുമ്മാ റാൻഡമായിട്ട് നമുക്ക് അറിയില്ല, ചുമ്മാ ഡിസ്ക് പുറത്തേക്ക് എടുത്തു, കണ്ണും കൂട്ടി ഒരു ഡിസ്ക് പുറത്തേക്ക് എടുത്തു. അതിൻ്റെ പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി റെഡ്. റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രേ ഉള്ളൂ. അതായത് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര റെഡ് ഉണ്ടെന്ന് നോക്കാം. മൊത്തം 4 അല്ലേ വരിക, അത് നിങ്ങൾക്ക് 4 റെഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഔട്ട് ഓഫ് സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര ആൾക്കാരുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 4 3 7 7 2 9, മൊത്തം ഇതിൻ്റെ അകത്ത് ടോട്ടൽ 9 ഡിസ്കാണുള്ളത്. അപ്പോൾ അത് താഴെ എടുത്ത് എഴുതാം 4/9. ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഏതാണ് കണ്ടുപിടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെഡ് എടുത്ത് ആദ്യം മേലെ എടുത്ത് എഴുതാം എത്ര റെഡ് ഉണ്ടെന്ന്, പിന്നെ ടോട്ടൽ എത്രയുണ്ടോ അതെടുത്ത് താഴെ എഴുതാം 4/9. ഇത്രേ ഉള്ളൂ. ചുമ്മാ വേറൊരു ഇവൻറ്റ് നോക്കി, ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ എന്തായിരിക്കും? ഓക്കെ, നീ പിന്നെയും ഡിവൈഡ് ചെയ്താൽ ഓക്കെ 3/9 വരും അല്ലേ. നമുക്ക് മൊത്തത്തിൽ 3 ഉണ്ട്, ടോട്ടൽ 9 ഉണ്ട്. സോ 3/9, അതായത് 1/3 വരും. അതുപോലെ വേറെ നോക്കി പ്രോബബിലിറ്റി ഓഫ് യെല്ലോ എന്ത് വരും? യെല്ലോ കാണാൻ പറഞ്ഞാൽ മേലെ 2, മൊത്തത്തിൽ യെല്ലോ 2 ആണ് നമുക്കുള്ളത്. സോ യെല്ലോ എത്രയാണെന്ന് എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് 9 അല്ലേ, അത് താഴെ എടുത്ത് എഴുതുക 2/9. നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു സാധനം കാണാൻ വേണ്ടിയിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ. അതായത് നമുക്ക് 2 ടൈപ്പിൽ കാണാം കേട്ടോ. നോട്ട് യെല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ യെല്ലോ കാണാം ആദ്യം. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് യെല്ലോ കാണാം. യെല്ലോ നമുക്ക് 2/9 കിട്ടി, 1 - 2/9 കാണാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് വരും? 9 - 2 ഡിവൈഡഡ് ബൈ 9 വരും, അതായത് 7/9 വരും അല്ലേ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാണാം, പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ കാണാൻ പറഞ്ഞാൽ ആദ്യം യെല്ലോ കാണാം, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, ഞാൻ ഇക്വേഷൻ എഴുതണോ അതിൻ്റെ? പ്രോബബിലിറ്റി ഓഫ് യെല്ലോ നിങ്ങൾക്ക് കിട്ടിയില്ലേ? പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ എന്ന് വെച്ചാൽ എന്താ പറയുക? പ്രോബബിലിറ്റി ഓഫ് y കോംപ്ലിമെൻറ്റ്, അതായത് 1 - പ്രോബബിലിറ്റി ഓഫ് y. പ്രോബബിലിറ്റി ഓഫ് y നമ്മളിവിടെ കണ്ടിരുന്നില്ലേ? ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് y. നമ്മൾ മറ്റേ പഠിച്ച ഇക്വേഷൻ നോട്ട് യെല്ലോ എന്ന് വെച്ചാൽ y കോംപ്ലിമെൻറ്റ് ഇടാം. y കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? 1-ൽ നിന്ന് ആൻസർ കുറയ്ക്കാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ലോജിക്കലി കാണാം. നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ അല്ലേ, നോട്ട് യെല്ലോ എന്ന് വെച്ചാൽ യെല്ലോ അല്ലാത്തത്, അതായത് 4 3 7. സോ 7/9 ഡയറക്റ്റ് എടുത്ത് എഴുതാം അവിടെ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബ്ലൂ എന്തായിരിക്കും? 6/9. അത്രയല്ലേ ഉള്ളൂ. സിമ്പിളായിട്ട് നോക്കി എഴുതുക. അതായത് ബ്ലൂ അല്ലാത്തത്, അതായത് 4ഉം 2ഉം ആഡ് ചെയ്യുക, നിങ്ങൾക്ക് 6 കിട്ടി. ടോട്ടൽ 9 ഉണ്ട്, 6/9, അതായത് 3/3 വരും. 3 അല്ല 2/3 വരും.
ഓക്കെ, ഇത് കഴിഞ്ഞില്ല എവിടെയും. ആ രഞ്ജിനിയുടെ കഴിഞ്ഞ പറയാട്ടോ. അശ്വത് നിനക്ക് ഓഡിബിൾ ആണോ? എന്താ നെറ്റ് വന്നോ എൻ്റെ? സൗണ്ട് കൊണ്ട് കുഴപ്പമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഇതും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. Two students A and B appeared in an examination two students A and B appeared in an examination. The probability that A will qualify the exam is 0.25 and B will qualify is 0.45. Okay. And both will qualify the exam is 0.2. Find the probability that both A and B will not qualify the exam. Another question. One of them only, okay, only one of them will qualify the exam. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ജസ്റ്റ് ഇതിനൊന്നും നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത്. ന്യൂമറിക്കലി, അതായത് വേർഡായിട്ട് തന്നിട്ടുണ്ടോ എന്നുള്ളൂ. നിങ്ങൾ ഇതിനെ ന്യൂമറിക്കലി എടുത്തങ്ങോട്ട് എഴുതുക ഡാറ്റേനെ. നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ ആവും ഇത്. ഒന്ന് നോക്കി എന്തൊക്കെ തന്നിട്ടുള്ളത്. 2 സ്റ്റുഡൻസ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരു എക്സാം എഴുതി. ദ പ്രോബബിലിറ്റി ദാറ്റ് എ വിൽ ക്വാളിഫൈ, ഓക്കെ, എ ക്വാളിഫൈ ചെയ്യാമെന്നുള്ള എ പ്രോബബിലിറ്റി, അതായത് എ എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി ദാറ്റ് എ വിൽ ക്വാളിഫൈ ദ എക്സാം, എ എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ് വന്നിട്ടുള്ളത് 0.25. നമുക്ക് അതിൽ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ 0.25 എന്ന് എഴുതി. എ എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ് 0.25. അതുപോലെ ബി വിൽ ക്വാളിഫൈ, അതായത് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് വന്നിട്ടുള്ളത് 0.45. ഇതുപോലെ രണ്ടുപേരും എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. ബോത്ത് രണ്ടുപേരും എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ബി, പ്രോബബിലിറ്റി ഓഫ് എയും ബിയും എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി വന്നിട്ടുള്ളത് 0.2.
കണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും നമുക്ക് പഴയ തന്ന ക്വസ്റ്റ്യനൊക്കെ പോലെ ആയില്ലേ, ജസ്റ്റ് മുന്നൊക്കെ ചെയ്യാനുള്ള പ്രോബ്ലം പോലെ. കണ്ടോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. കണ്ടോ? ക്വസ്റ്റ്യൻ സാധാരണ പോലെ. ഇനി നമുക്ക് എന്താ കാണാൻ പറ്റില്ലേ? ബോത്ത് എ ആൻഡ് ബി വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാം. ഇതിലാണ് ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതെങ്ങനെ എടുത്ത് എഴുതാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണം അവർ? നമ്മളിതിന് ന്യൂമറിക്കൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് പറ. യെസ്, ശരിയാണ്. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എന്താണ്? എയും ബിയും പാസ്സാവാൻ പാടില്ല. അപ്പോൾ എ പാസ്സാവുന്ന പ്രോബിലിറ്റി ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? എ പാസ്സാവണ്ട. അതുപോലെ ആൻഡ് ആണ് എടുക്കുന്നത്, ഇൻ്റർസെക്ഷൻ. അതുപോലെ ബിയും പാസ്സാവണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? ബിയുടെ അവിടെയും ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക. അപ്പോൾ എയും പാസ്സാവുന്നില്ല, ബിയും പാസ്സാവുന്നില്ല, അതിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് കാണേണ്ടത്. കാരണം അത് രണ്ടുപേരും പാസ്സാവണ്ട, ആൻഡാണ് വേണ്ടുള്ളത്. അപ്പോൾ നേരെ കാണാം. നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? പി ഓഫ് എയും എടുത്തെഴുതി, ബിയും എടുത്തെഴുതി. ഇവിടെ രണ്ട് കോംപ്ലിമെൻ്റ് ഉണ്ട്. എനിക്കിതിനെ പുറത്തേക്ക് എടുത്തെഴുതണം. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ ആയിരിക്കും. യെസ്. ഇതെങ്ങനെ കാണാം? എന്തിൻ്റെയും കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഈ സാധനം അങ്ങോട്ട് കുറയ്ക്കുക. പി ഓഫ് എ യൂണിയൻ ബി ആണ്ട് കുറയ്ക്കുക. അപ്പോഴും ഇവിടെ പ്രശ്നമുണ്ട്, നമുക്ക് എ യൂണിയൻ ബി അറിയില്ല അല്ലേ. നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി അറിയാം, പക്ഷേ എ യൂണിയൻ ബി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ? പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ വരിക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എന്തോരം ചെയ്യുമോ? പി ഓഫ് എ എന്ന് പറയുമ്പോൾ എത്രയാണ് എടുക്കുന്നത്? 0.25 എടുക്കുന്നത് പ്ലസ് 0.45 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ 0.2. എത്ര കിട്ടും ചെയ്യുമ്പോൾ? 0.25 പ്ലസ് 0.45 നമുക്ക് 0.7 കിട്ടും. 0.5 വരും. 0.5. അപ്പോൾ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുകൂടെ? ഇനി നമുക്ക് എന്താ കാണാൻ പറ്റുള്ളേ? ഓക്കെ, നമുക്ക് ഇതല്ല കാണേണ്ട. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതെടുത്തിട്ട് ഇവിടെ എടുത്ത് എഴുതാം. അതായത് നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നേരെ എടുത്ത് എഴുതി കൂടെ? എന്ത് വരും? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എത്ര കിട്ടി നമുക്ക്? 0.5. നമുക്ക് ഇതിൻ്റെ ആൻസർ 0.5 തന്നെ കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിയേ. നമുക്ക് പി ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കാണാൻ പറ്റില്ല? നോക്കിയേ, ഓൺലി വൺ ഓഫ് ദം അല്ലേ? ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാം. ഇതിലാണ് കൺഫ്യൂഷൻ വരിക നിങ്ങൾക്ക്. കേട്ടോ, ഓൺലി വൺ ഓഫ് ദം, ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാം.
ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി എടുത്ത് എഴുതണം. അതായത് പി ഓഫ് ഓക്കെ ആരെങ്കിലും ഒരാൾ പാസ്സായാൽ മതി ആദ്യം. ഓക്കെ അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യാണ്, പി ഓഫ് ഓക്കെ എല്ലാവരും അയ്യോ എല്ലാവരും പോയല്ലോ. ഓക്കെ നമുക്ക് തീർക്കാം എന്തായാലും. ബാക്കി വീഡിയോ ഞാൻ യൂട്യൂബിലിടാം. നോക്കിക്കോട്ടോ. ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാം എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഏതെങ്കിലും ഒരാൾ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കിക്കോട്ടോ, ആദ്യം നമ്മൾ വിചാരിക്കുകയാണ് എ പാസ് അല്ലെങ്കിൽ ഓക്കെ എ ഫെയിലാവുമെന്ന് വിചാരിക്കാം. എ ഫെയിലായി. ഓക്കെ ആൻഡ് എന്താ സംഭവിച്ചത്, ബി പാസ്സായി. ഇപ്പോൾ ഒരാളല്ലേ ഇത് പാസ്സായിട്ടുള്ളൂ. ഇപ്പോൾ നോക്കി ഒരാളല്ലേ പാസ്സായിട്ടുള്ളൂ. എ പൊട്ടി, ബി പാസ്സായി. ഓക്കെ അടുത്തത് ഓർ അടുത്തൊരു പ്രോബിലിറ്റി നോക്കി, എ പാസ്സായി, ബി ഫെയിലായി. ഇവിടെ ഓർ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചേ, ഏതെങ്കിലും ഒരെണ്ണേ നടക്കുള്ളൂ. ഫസ്റ്റത്തെ നോക്കിക്കോ, എ ഫെയിലായി, ബി പൊട്ടി. രണ്ടാമത്തെ കേസ് നോക്കി, എ പാസ്സായി, ബി പൊട്ടി. ഇവിടെ ഓർ ഇട്ടു ഞാൻ. ഇവിടെ ഓർ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചേ, ഇതിൽ ഏതെങ്കിലും ഒരു ഇവൻ്റേ നടക്കുള്ളൂ. സോ ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ റിസൾട്ട് വരിക. നിങ്ങൾക്ക് ഇനി ചെയ്യുമ്പോൾ മനസ്സിലാവും, ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, പി ഓഫ് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം കേട്ടോ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ഇടാം. ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് ഇടാം. പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് നമുക്ക് കണ്ടോക്കാം. ഇത് സ്ഥിരം ചോദിക്കാനുള്ള പ്രോബ്ലം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾ അധികം തല പൊയ്ക്കേണ്ട. സോ നോക്കി ഇതെങ്ങനെ കാണാം, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ അകത്ത് കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ടേം എടുക്കുക ആദ്യം. കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ടേം ഏതാണ്, ബി അല്ലേ, അത് ആദ്യം എടുത്ത് എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് ഈ എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. പി ഓഫ് എ
ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. ഒരു മിനിറ്റ്. ഹലോ, കഴിഞ്ഞിട്ടില്ല മോനെ. ആ ഞാൻ കഴിക്കാം. ശരി, ഇല്ല 5 മിനിറ്റ് കൂടിയിട്ട്. ശരി ശരി. ഓക്കെ, നോക്കിക്കോട്ടോ. അടുത്തത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതെങ്ങനെ എഴുതാം? യെസ്, കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ടൈം അതിൽ എഴുതി. പി ഓഫ് എ, അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുക. ഇത്രയുള്ള പരിപാടി. മുന്നത്തെ പ്രോബ്ലം തീർത്തിരുന്നില്ല. പി ഓഫ് ബി അല്ല കാണണ്ടേ? പി ഓഫ് ബി നമുക്ക് അറിഞ്ഞൂടെ? എത്രയാണ് പി ഓഫ് ബി? 0.25 0.45 അല്ലേ? 0.45 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് അറിഞ്ഞൂടെ? എത്രയാണ്? 0.2 പ്ലസ് പി ഓഫ് എ നമുക്കറിയാം. എത്രയാണ്? 0.25 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, പിന്നെയും ഇൻ്റർസെക്ഷൻ നമുക്ക് അറിയാമല്ലോ അല്ലേ? 0.2 ആണ്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.45ഉം 0.45ഉം 0.25ഉം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.7 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.7 കിട്ടും. പിന്നെ മൈനസ് 0.4 കൂടി ഉണ്ട്. 0.3 അല്ലേ കിട്ടാം നമുക്ക്? സീറോ 0.45ഉം 0.25 കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യണ്ടേ? അപ്പം നിങ്ങൾക്ക് 0.7 കിട്ടും. അതിൽ നിന്ന് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസ് 0.4 കിട്ടും. ഇത്രേ ഉള്ളൂ. ശരി എല്ലാവരും. എനിക്കും വിഷയമുണ്ട്. എല്ലാവരും വിട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.